സംസ്ഥാന സർക്കാരിനെ ഔപചാരികമായി അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥമുണ്ട്. അനൗപചാരികമായി അറിയിച്ചിരിക്കാം. അവിടെയാണ് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളും സംസാരങ്ങളും ചർച്ചകളുമൊക്കെ പ്രധാനപ്പെട്ട വിഷയമാവുന്നത്. എന്തെങ്കിലും ഒരു പച്ചക്കൊടി ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ തയ്യാറാകുമോ? അതായത് മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു പച്ചക്കൊടി ഇല്ലാതെ അവർക്കൊരു കാര്യങ്ങളില്ലാതെ അങ്ങനെ തയ്യാറാവില്ല എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. ആ സംശയം ന്യായമാണല്ലോ. അതിനകത്തൊരു സുതാര്യതയില്ല, കൃത്യതയില്ല. ആ കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെയാണ് വിശദീകരിക്കേണ്ടത്. കാരണം പുറത്ത് ഇത്തരം ഒരു രാഷ്ട്രീയത്തിനായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ആളുകൾ ഉപയോഗിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അവിടെ നടന്നത് എന്താണെന്ന് 100% അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിഴിഞ്ഞത്ത് അദാനിയുടെ ഓഹരി കൈമാറ്റവും അതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങളും തുടരുകയാണ്. കെൻ ബാലഗോപാൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. വലിയ നിഗൂഢതകൾ ഇപ്പോഴും മറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം സിബിഐ കൃത്യമായി അദാനി ഈ ഓഹരി കൈമാറ്റം അറിയിച്ചു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഉടമസ്ഥാവകാശമൊക്കെയുള്ള സംസ്ഥാന സർക്കാർ ഈ കാര്യം അറിഞ്ഞിട്ടുമില്ല എന്നാണ് തത്വത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് ഒരു വേറെ ഡീലാണോ? വാസ്തവത്തിൽ സെബിയെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ഔപചാരികമായി അതോറിറ്റി എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിക്കണം. അതിൻ്റെ എഗ്രിമെൻറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് അതോറിറ്റി അറിയിച്ച് അതോറിറ്റി 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അതോറിറ്റിയുടെ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ബാക്കി കാര്യങ്ങൾ നടത്തേണ്ടത്. ഇപ്പോൾ സെബിയെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ സെബിയുടെ അടുത്ത് ഇൻഫോർമലായി പോയി അനൗപചാരികമായി ഒരു കാര്യം അറിയിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിലില്ല. സെബി എന്ന് പറയുമ്പം ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുമായിട്ടും ഷെയറിൻ്റെ ഓണർഷിപ്പുമായിട്ടൊക്കെ ബന്ധം. ആ ഏജൻസിയെ അറിയിക്കുന്നതിന് മുമ്പ് സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിക്കുക എന്ന് പറയുന്നത് സാധാരണ ബുദ്ധിയുള്ള ആരും ചെയ്യുന്നതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ ഔപചാരികമായി അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥമുണ്ട്. അനൗപചാരികമായി അറിയിച്ചിരിക്കാം. അവിടെയാണ് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളും സംസാരങ്ങളും ചർച്ചകളുമൊക്കെ പ്രധാനപ്പെട്ട വിഷയമാവുന്നത്. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിനകത്ത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഹെഡിങ് എന്താ? ഓപ്പറേഷൻ സമുദ്ര. അദ്ദേഹത്തിൻ്റെ അസംബ്ലിയിലെ പ്രസംഗവും പിന്നീട് നടത്തിയ മറുപടി പ്രസംഗത്തിലും ഈ ഓപ്പറേഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തിൻ്റെ തുറമുഖങ്ങൾ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കുമെന്നാണ് പറഞ്ഞത്. ആ തുറമുഖം ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആസൂത്രിതം അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സമുദ്രയുടെ ഇത്രയും വിശദമായ കാര്യങ്ങൾ വരില്ല. പല കാര്യങ്ങളും അതുമായി ചേർന്നുകൊണ്ട് അതെല്ലാം വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ഇത്രയും മേജറായൊരു ഷെയർ ട്രാൻസ്ഫർ ഡീലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരും എന്തെങ്കിലും ഒരു പച്ചക്കൊടി ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ തയ്യാറാകുമോ? അതായത് മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു പച്ചക്കൊടി ഇല്ലാതെ അവർക്കൊരു കാര്യങ്ങളില്ലാതെ അങ്ങനെ തയ്യാറാവില്ല എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. ആ സംശയം ന്യായമാണല്ലോ. അതിനകത്തൊരു സുതാര്യതയില്ല, കൃത്യതയില്ല. ആ കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെയാണ് വിശദീകരിക്കേണ്ടത്. മൊത്തത്തിൽ അതിനകത്തൊരു സംശയം കൂടി എല്ലാവരും പറയുന്നുണ്ട്. സാധാരണഗതിയിലുള്ളതിനേക്കാളും വല്ലാത്തൊരു കോമ്പിനേഷനാണ് മുഖ്യമന്ത്രിയുടെ പവേഴ്സിൽ. മുഖ്യമന്ത്രി, നിയമവകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, 4 ഉത്തരവാദിത്തങ്ങൾ. ഇപ്പോൾ സാധാരണഗതിയിൽ ധനകാര്യ വകുപ്പ് കണ്ടിട്ട് ക്ലിയറൻസ് കിട്ടണം. എല്ലാ സാമ്പത്തിക കാര്യങ്ങളും ധനകാര്യ വകുപ്പിൻ്റെ ഒരു ക്ലിയറൻസ് വേണം. ധനകാര്യ വകുപ്പിൻ്റെ വേണം, നിയമവകുപ്പിൻ്റെ വേണം. ആദ്യം വരേണ്ടത് തുറമുഖ വകുപ്പിൽ നിന്നാണ്. ഇത് സാന്ദർഭികമായി ഒരു ഔചാരികമായിട്ടാണോ? ഗവൺമെൻറ്റിന് ആരാ മന്ത്രിമാരെന്നൊക്കെ നിശ്ചയിക്കാൻ അവകാശമുണ്ട്, മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ആ മുന്നണിക്കും അവകാശമുണ്ട്. പക്ഷേ ഇത്രയും കൂടി ഒരുമിച്ച് വരുന്നു എന്നുള്ള വലിയ ചർച്ചയാണിപ്പോൾ. ഇത് ഞങ്ങൾ മാത്രമല്ല, കേരളമാകെ ഇക്കാര്യം ചർച്ച ചെയ്യുകയാണ്. കേരളം മാത്രമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ ചർച്ച വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇത് സംബന്ധിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ഉയർത്തിയിട്ടുമുണ്ട്. ഒരു ഡീൽ എവിടെയെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഇതെന്തായാലും ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ധാരണ എന്നാണല്ലോ. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ധാരണയുണ്ട് എന്നുള്ള സംശയം ആളുകൾക്കുണ്ട്. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. വിഷയത്തിൽ കൂടുതൽ വ്യക്തത മുഖ്യമന്ത്രി വരുത്തിയിട്ടുമില്ല വി ഡി സതീശൻ. അത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. വ്യക്തത വരുത്തും എന്ന് പ്രതീക്ഷിക്കാം. കാരണം വ്യക്തത വരുത്താതിരിക്കാൻ കഴിയില്ലല്ലോ. വ്യക്തത വരുത്തേണ്ടതാണ്. വ്യക്തത വരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് ഈ അദാനി ഒരു ബ്രോക്കറായി മാറുന്നു. അത് പക്ഷേ ഒരു തരത്തിൽ നമ്മളെ വഞ്ചിക്കുന്ന ഒരു ഇതും കൂടിയല്ല. കാരണം ഇത്രയും നാൾ ഇത് നടത്തും പദ്ധതി പൂർത്തിയാക്കുന്നു പറയുന്ന ആളുകൾ ഇപ്പോൾ 2 രൂപയ്ക്ക് വാങ്ങിയൊരു ഷെയർ ഇവരിപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 13 രൂപയ്ക്ക്. അപ്പോൾ അവർക്ക് അത്രയും ഒരു പ്രോഫിറ്റും കൂടിയാണ് ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്നത്. ബിസിനസ് നടത്തുന്നത് ലാഭം കിട്ടാനായിരിക്കും. പക്ഷേ അത് വ്യവസ്ഥാപിതമായ നിയമങ്ങളനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. 2 രൂപയ്ക്ക് മേടിച്ച ഷെയർ 13 രൂപയ്ക്കല്ല വിൽക്കുന്നത്. 2 രൂപയ്ക്ക് മേടിച്ചതിനകത്ത് 90 പൈസയുടെ ഷെയർ
13 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് കണക്കെടുക്കണം. കാരണം അവരുടെ കയ്യിലുള്ള ഷെയറിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജാണ്. അവരുടെ കയ്യിലുള്ള ഷെയറിൻ്റെ മേജർ ഷെയർ അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. ആ ഷെയറിൽ അവർക്ക് 2000 ചില്ലാനം കോടിയാണ് അവർ മുടക്കേണ്ടി വരുന്നത്. അതിൻ്റെ 49% കൊടുക്കുമ്പോൾ 13,000 കോടി കിട്ടുന്നു എന്നാണ്. അപ്പോൾ ഷെയറിനകത്ത് ലാഭം ഉണ്ടാകുന്നു എന്നുള്ളതൊരു ബിസിനസ്സാണെന്ന് പറയാം. പക്ഷേ നിയമമനുസരിച്ചല്ലാതെ അങ്ങനെ ഷെയർ കൊടുക്കാൻ പാടില്ല. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ട് അതിൻ്റെ ഷെയർ കൊടുക്കാൻ പാടില്ല. തുറമുഖത്തിൻ്റെ വികസനവും പബ്ലിക് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാതെ, പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ പബ്ലിക് ഇൻട്രസ്റ്റാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതു നന്മ, കേരളത്തിൻ്റെ പൊതു നന്മ, ഇന്ത്യയുടെ പൊതു നന്മ. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാണ്. ആ പോർട്ട് എങ്ങനെ അതിന് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്താൽ അതെങ്ങനെ ബാധിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല. സുതാര്യമാണെങ്കിൽ നമ്മൾ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ എതിർക്കും. ഞാൻ പറഞ്ഞത് സുതാര്യമാകുമ്പോൾ പിന്തുണയ്ക്കുന്നോ അല്ലയോ എന്നുള്ളതല്ല. ഇതിൻ്റെ ഷെയർ ട്രാൻസ്ഫറിൻ്റെ പിന്തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ നിയമപരമായ കാര്യങ്ങൾ ചെയ്താൽ നിയമപരമായി നിലനിൽക്കും. നിയമപരമായ കാര്യമെന്ന് പറഞ്ഞാൽ സാങ്കേതികമായൊരു നിയമപരമായ കാര്യമല്ല. ഇത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് ഈ വരുന്നത്. ഈ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റിൽ ഈ ചരക്ക് ഗതാഗതത്തിൽ വലിയ പങ്കുള്ള കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനികളിലെ ഏറ്റവും അവരുടെ കാര്യം മാത്രം, താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന തരത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറയും. മറ്റ് കമ്പനികൾക്ക് വരാനും പങ്കെടുക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വേണം. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഇത് സംബന്ധിച്ച് വളരെ വലിയ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. എന്തായാലും ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരാഴ്ചക്കകം 2 ആഴ്ചക്കകം ഇത്തരം കാര്യങ്ങളങ്ങ് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തോ ഒരു അസ്വാഭാവികത മണക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയായാലും അത്രയും പെട്ടെന്ന് ഇത് ഇങ്ങനെ ഗവൺമെൻറ് വരുമ്പോൾ തന്നെ ഞങ്ങളിത് ചെയ്ത് കളയാമെന്ന് വിചാരിക്കാനും പാടില്ലല്ലോ. അവർ ചെയ്തു തരാൻ കളയാമെന്ന് തീരുമാനിച്ചാൽ ചുമ്മാതൊന്നും ചെയ്യാൻ തയ്യാറാവുമോ? അപ്പോൾ ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഈ കാര്യങ്ങൾ നടക്കുന്നത്? അതിനകത്തൊരു സ്വാഭാവികമായി നടക്കേണ്ട കാര്യങ്ങളല്ല. സ്വാഭാവിക എന്ന വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലേ? സ്വാഭാവികമല്ല എന്ന് പറഞ്ഞാൽ അസ്വാഭാവികം എന്ന് തന്നെയാണല്ലോ അതിനർത്ഥം. അതാണല്ലോ ആൾക്ക് സംശയം ഉണ്ടാക്കുന്നത്. അപ്പം മറ്റൊരു കാര്യം, ഈ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനോടൊരു വാക്ക് ഉപയോഗിച്ചു, നമ്മളിത് കേട്ടുകൊണ്ടിരിക്കണോ എന്ന ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ തോതിൽ ട്രോളായും രസകരമായിട്ടൊക്കെ പോകുന്നുണ്ട്. അത് ആ സമയത്ത് സ്വാഭാവികമായി അങ്ങ് പറഞ്ഞതാണോ അങ്ങ്? ഈ നിയമസഭയിൽ നടക്കുന്നതിനെ പലതും ട്രോളായിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ട്രോളെന്ന് പറഞ്ഞാൽ അവിടെ നടന്ന ഒരു സംഭവം എന്താ, ആ സംഭവത്തിനെ സംബന്ധിച്ച് അതിശക്തമായി ഞങ്ങളുടെ മെമ്പർമാർ പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രീ ഷിബു ബേബി ജോൺ പച്ചക്കള്ളം ആ സഭയെ പറയുകയാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശ്രീ ഷിബു ബേബി ജോൺ മാത്രമല്ല, ഞങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് ഞങ്ങളുടെ പരാതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കും പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ആകെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞാൽ സാധാരണ രീതി നിയമസഭയിൽ ഞങ്ങൾക്ക് എണ്ണിച്ച് പറയാൻ പോലും സമയം പിന്നെ കിട്ടില്ല. വളരെ അപൂർവമായി കിട്ടും. പ്രതിപക്ഷ നേതാവൊക്കെ എണ്ണിച്ചാലാണ് ഒരു ക്ലാരിഫിക്കേഷൻ പറ്റുക. അപ്പോൾ അന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. തെറ്റായ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. കാരണം ഒരു മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് സംസാരിച്ച പ്രശ്നം ഉൾപ്പെടെ. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ കുറേ തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ തന്നെ ശ്രീ വി ശശി, അന്നത്തെ വനമന്ത്രി ഇടപെട്ടിടുന്നു തുടങ്ങിയ 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ മെമ്പർമാർ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയല്ല. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഡിഫോമേറ്ററി ആയിട്ടുള്ള ചില തെറ്റായ കാര്യങ്ങൾ അവിടെ പറയുക. ഇതൊക്കെ സഭയിലേക്ക് വരും. 10, 40, 50 വർഷം കഴിഞ്ഞാലും കിടക്കുന്നതാണല്ലോ. എത്ര വർഷം കഴിഞ്ഞാലും കിടക്കുന്നതാണ് രേഖ. സമൂഹത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ എണ്ണിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. സഭാനാഥനായ മുഖ്യമന്ത്രിയും സഭയുടെ ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്ന സ്പീക്കർ ഇക്കാര്യത്തിനകത്ത് ഇടപെടണം. ഇത് തെറ്റായ കാര്യങ്ങൾ രേഖ വരികയാണ്. ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല. ഇത്തരം ഒരു കാര്യം കേട്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കേണ്ടതില്ല. എന്നിട്ട് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആരാ പറയുക? പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയും എന്നാണല്ലോ പറഞ്ഞതിൻ്റെ സെൻസ്. അവിടെ വന്നിട്ട് അതിന് ശേഷമുള്ള ഭാഗം മൊത്തം ഏതോ വേറെ വെട്ടിക്കയറ്റി ട്രോളുണ്ടാക്കി. സാധാരണ എല്ലാ ട്രോളുകളുടെ നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ ട്രോളുണ്ടാക്കി സാധാരണ ആൾക്കറിയാമല്ലോ. സാധാരണ ഇതിലൊന്നും ഇങ്ങനൊന്നും ആരും പറയാൻ പറ്റാത്ത കാര്യം പറഞ്ഞില്ല. ഞങ്ങൾ ശോഭിച്ചാരോടാ ശോഭിച്ചത്? ഷിബു ബേബി ജോണിനോട് അല്ലെങ്കിൽ ഭരണകക്ഷികളുടെ നിലപാടിനോട് ശോഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇടപെടണം സ്പീക്കർ എന്ന് പറയുന്നുണ്ട്. ആ കാര്യം ഞങ്ങളുടെ അഭിപ്രായമാണ്. അത് ശോഭിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം പറയേണ്ടി വരും.
അതാണ് അതിനകത്തുണ്ടായത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ പിന്നെ നിയമസഭാ നടപടിക്രമങ്ങളാണ്. നമ്മുടെ ഒരു നേതാവിനോട് നമ്മളങ്ങ് പറഞ്ഞു നമ്മളെ അതെ ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കും. കാരണം അദ്ദേഹമാണല്ലോ ഞങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നിര എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുക. ഒരാലോചന ഇല്ലാതെ ഞങ്ങളൊന്നും സംസാരിക്കുമെന്നും വിചാരിക്കണ്ട. അതവിടെ കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് എണ്ണിച്ചിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് ഇവരുടെ ഈ തെറ്റായ സമയമാണ്. പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. കാരണം തെറ്റായ കാര്യം പ്രചരിപ്പിക്കാനാണല്ലോ അവർ പറഞ്ഞത്. ആ തെറ്റായ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ പുറത്തേക്ക് പോയി അവിടെ കഴിഞ്ഞു. ഇവർ ഇല്ലാത്തൊരു കാര്യമാണ് അവിടെ ചേർത്തിട്ട് ഇങ്ങനെ ട്രോൾ വന്നു. പക്ഷേ അതിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യം ഇന്ന് മാതൃഭൂമി പത്രത്തിൽ കണ്ടു, മാതൃഭൂമി ഓൺലൈൻ ടി വിയിലുമാണെന്ന് തോന്നുന്നു, നമ്മുടെ സ്പീക്കർ ഇത് സംബന്ധിച്ച് തെറ്റായ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. എൻ്റെ ധാരണ അനുസരിച്ച് തെറ്റായ റൂളിംഗ് അദ്ദേഹം സഭയ്ക്കകത്ത് നടത്താൻ കാര്യങ്ങൾ പറയാം. അദ്ദേഹം സഭയ്ക്ക് പുറത്ത് വന്നിട്ട് രാഷ്ട്രീയമാണെന്ന് തോന്നുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ റൂളിംഗ് അദ്ദേഹം പുറത്ത് പറയണ്ട. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹം ഈ ഞങ്ങളുടെ അകത്ത് ഞങ്ങളെ പിന്നെ പ്രതിപക്ഷ നേതാവിനോടൊക്കെ ശോഭിച്ച് സംസാരിച്ചെന്ന് തോന്നുന്ന തരത്തിലേക്ക് പറയുകയാണ്. അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹം എന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹം അത് കറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. കാരണം പുറത്ത് ഇത്തരം ഒരു രാഷ്ട്രീയത്തിനായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ആളുകൾ ഉപയോഗിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അവിടെ നടന്നത് എന്താണെന്ന് 100% അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.